ഇതൊന്നും ഞാനുണ്ടാക്കി പറയുന്നതല്ല, നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ ഇവിടെ മാത്രമല്ല, അവിടെ ചെന്നും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയല്ലേ? അത് മാത്രമല്ലല്ലോ, ആ ഫംഗ്ഷനും അലങ്കോലാക്കിയില്ലേ. എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ നീ പറയുന്നേ? അച്ഛാ, ഞാൻ അവിടെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മീരയ്ക്ക് അപകടം ഉണ്ടായത് എന്റെ കുഴപ്പം കൊണ്ടാണോ? ഇതുവരെ വൃന്ദാവനത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അർച്ചനയും കുഞ്ഞും അവിടെ ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എല്ലാരും പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പോ വെഡിങ് ആനിവേഴ്സറി നടന്നില്ലേ? ഇല്ല, അതിനു മുന്നേ തന്നെ ആകെ പ്രശ്നമായി. വൃന്ദാവനത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം. നല്ല ഒന്നാന്തര അഭിനേത്രിയാ ചേച്ചി. വെടിക്കെട്ട് പുരയ്ക്ക് തീ കൊളുത്തിയിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് മാറി നിൽക്കാനേ ചേച്ചിയെ പോലെ മറ്റാർക്കും പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും അർച്ചനടുത്തേക്ക് വൃന്ദാവനത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അനൂപേട്ടൻ അത്രയ്ക്ക് സ്ട്രോങ്ങാ. അർച്ചനടുത്തി എന്ന് പറഞ്ഞ അനൂപേട്ടന് ജീവനാ. തിരിച്ചും അങ്ങനെ തന്നെയാ. അവിടെ അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ ഇവിടെ ഇനി നിങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടാവണ്ട. അച്ഛാ, ഇത് വെറുതെ ഒരു തർക്കത്തിന്റെ കാര്യമല്ല. ഏട്ടത്തെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവന്തി ഏട്ടത്തി തന്നെയാ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. വെറുതെ അനൂപേട്ട ഫാമിലിയും കൂടി ഇല്ലാതാക്കരുത്. കേട്ടില്ല അച്ഛാ, എന്നെ ഇവരൊക്കെ കുറ്റപ്പെടുത്തുന്നത്. എല്ലാവരും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന നന്മ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്റെ നന്ദേട്ടന്റെ കാര്യം നിങ്ങൾക്കറിയില്ലേ? ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ആ എന്നെയാ നിങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത്.